ആഗോള അയ്യപ്പ സംഗമത്തിലെ ചിലവിന്റെ കണക്കിൽ വീഴ്ച പറ്റിയെന്ന് സമ്മതിച്ച ദേവസ്വം ബോർഡ് ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകിയില്ല. കോടതിക്ക് വിവരം നൽകുന്നതിൽ പിശക് വന്നുവെന്നും പ്രസിഡന്റ്. ചെലവുകൾക്കായി വകയിരുത്തിയ തുകയെ നൽകാനാവുമെന്നും നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാം ഇഡിക്ക് മുന്നിൽ. കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടില്ലെന്ന് നടൻ. ഇനിയും പുറമെ വല്ലവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ വിടുക. അവരൊക്കെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഭക്തനാണ് ഞാൻ. അപ്പോൾ എന്റെയും കൂടി കടമയാണ്. ബോർഡ് തീരുമാനപ്രകാരം ഉത്തരവിറക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ. ഇടനിലക്കാരൻ കൽപേഷും ഇഡിക്ക് മുന്നിൽ. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന പരാമർശത്തിൽ കാന്തപുരത്തിനെതിരെ മുസ്ലിം സംഘടനകൾ. കാന്തപുരത്തിന് ഇഡി പേടിയെന്ന KNM മർക്കസ് ദുവ. മൗനം പാലിച്ച് ലീഗും സമസ്തയും. കാന്തപുരത്തിന്റെ മാത്രം അഭിപ്രായമെന്ന് VD സതീശൻ. സമസ്ത സമ്മേളനത്തിലേക്ക് പ്രധാനമന്ത്രിക്ക് ക്ഷണം. VSന്റെ മുൻ PA A സുരേഷ് ഇനി കോൺഗ്രസിനൊപ്പം. വൈകിട്ട് UDF ജാഥയിൽ പങ്കെടുക്കും. VSന്റെ മകൻ നിന്നാൽ മലമ്പുഴയിൽ മത്സരിക്കില്ലെന്ന് സുരേഷ്. പ്രേംകുമാർ കോൺഗ്രസ് വേദിയിൽ. പാലക്കാട് PK ശശിയെ ഒപ്പം കൂട്ടാൻ നീക്കം. നവകേരള സർവേ തടഞ്ഞ് ഹൈക്കോടതി. രാഷ്ട്രീയ ക്യാമ്പയിനുകളുടെ മറവിൽ സർവേ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. സാമ്പത്തിക നിയമത്തിന്റെ വ്യതിചലനമെന്നും കോടതി വിധി. KSU ജനറൽ സെക്രട്ടറിയുടെ ഹർജിയിൽ. സർക്കാരിന് കനത്ത തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ്. തൊടുപുഴയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു ജീവൻ. റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞത് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക്. പ്രദേശത്ത് വൻ പ്രതിഷേധം. വിഴിഞ്ഞം അസ്മാക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് നിലമേൽ സ്വദേശികൾ. ഭക്ഷ്യവിഷബാധയേറ്റെന്ന് ബന്ധുക്കൾ. ഫുഡ് സേഫ്റ്റി കമ്മീഷണറോട് റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി.